ഹായ്, റമദാൻ 3-ൻ്റെ അന്നത്തെ നോമ്പ് തുറക്കുന്ന ടൈമിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൽ തുറക്കാനായിട്ട് മോമോസാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചിക്കൻ റോൾ ഇന്നലെ ഉണ്ടാക്കിയത് 4 ബാക്കിയുണ്ടായിരുന്നു കേട്ടോ, ഫ്രൈ ചെയ്യാത്തത്. അത് ഫ്രീസറിൽ വെച്ചിരുന്നു. അപ്പോൾ അത് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് അതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ റാഗിൻ്റെ ഡ്രിങ്കും ഉണ്ട്, കുറച്ച് ഫ്രൂട്ട്സും ഉണ്ട്, പിന്നെ ഡേറ്റ്സ് ഉണ്ട് കേട്ടോ നോമ്പ് തുറക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവം. അപ്പോൾ ഇതിലെ മോമോസിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പൊങ്ങാനായിട്ട് വെക്കുന്നുണ്ട്. അതൊന്ന് പൊങ്ങി വരാനായിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ചിക്കൻ റോളിന് നമ്മൾ ചെയ്തെടുത്ത പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഡോയും തയ്യാറാക്കുന്നത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യുക കേട്ടോ പൊങ്ങി വരാനായിട്ട്. ഇപ്പോൾ ഈസ്റ്റും പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദമാവാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അളവിന് മാത്രമേ ഞാനിവിടെ എടുക്കണുള്ളൂ കേട്ടോ പൊടി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കണത് പോലെ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചിട്ടെടുക്കുക. ആദ്യം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഇതോടെ നന്നായിട്ട് തന്നെ കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം ഇതൊരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ കേട്ടോ ആ ടൈം കൊണ്ട്. ഇനി നമ്മൾ മോമോസിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് മല്ലിയിലയും ചെറിയൊരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത ശേഷം അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. ഇപ്പോൾ ഡോ ഇവിടെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മാവ് അത് നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് കുഴച്ചെടുത്ത ശേഷം 2 ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പീസ് നന്നായിട്ടൊന്ന് പരത്തിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇതൊരു കുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വലുതാക്കിയിട്ട് നമ്മൾ പരത്തിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റ പരത്തില്ല 4-5 പീസൊക്കെ കിട്ടും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചെറിയ ചെറിയ ഡോ ആക്കിയിട്ട് ഇങ്ങനെ പരത്തിയിട്ടെടുക്കണം. അപ്പോൾ അതിലേറെ എളുപ്പമായിട്ട് തോന്നിയത് ഇങ്ങനെയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ ഈ അരികൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ബാക്കി വന്നിട്ടുള്ളത് അതൊന്നുകൂടി ഒന്ന് പരത്തിയിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം. ഇനി ഓരോന്നെടുത്തിട്ട് ഫില്ലിങ് ഇതിൽ വെക്കണം കേട്ടോ. ഫില്ലിങ് നല്ല ഒന്ന് കുഴിയാക്കി പിടിച്ച ശേഷം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം ഉണ്ടല്ലോ അത് നന്നായിട്ട് തന്നെ കുറച്ച് കട്ടിയിലായിരിക്കും ഇരിക്കുക. അത് നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ തിരിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വേറിടാതെ ഇങ്ങനെ കിട്ടിക്കോളും. അങ്ങനെ എല്ലാതും അങ്ങനെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളും ഞാനും കൂടിയിട്ടാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് ഇങ്ങനെ വലിപ്പത്തിലൊക്കെ. ഇനി ഇത് ആവി കയറ്റാനായിട്ട് അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓട്ടപാത്രമാണ്. ഇതിലൊരു ചെറിയൊരു വായിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇതൊക്കെ നിരത്തി വെച്ച് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ പാത്രം ഇറക്കി വെക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം ഞാൻ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീയാക്കി വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാനിത് തുറന്ന് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മോമോസൊക്കെ ഒന്നുകൂടി ഒന്ന് വലിപ്പം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാവിൽ ഈസ്റ്റൊക്കെ ചേർത്തിട്ട് കുഴച്ചതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വെറും മൈദാപ്പൊടിയിൽ ഉപ്പും ഓയിലും ഒഴിച്ചിട്ട് കുഴച്ചിട്ട് വേണമെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക. എന്നാൽ ഇത്ര പെർഫെക്റ്റ് ആവില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒന്നുകൂടി ടേസ്റ്റ്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.